അത് ഒരിക്കലും ഞാൻ സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ചെയ്യാതിരുന്നപ്പോഴും വീണ്ടും ചെയ്തപ്പോഴും ഒക്കെ എന്നും ഒരു വ്യത്യാസവും ഇല്ലാതെ എന്നും എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ളത് പ്രേക്ഷകരുടെ ഒരു സ്നേഹമാണ്. അത് സിനിമ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനൊന്നും ബേസ് ചെയ്തിട്ടല്ല അവര് എന്നെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന്റെ പിന്നിലുള്ള കാരണം അന്വേഷിച്ചു പോവാനും എനിക്ക് ധൈര്യം ഉണ്ടായിട്ടില്ല. അത് എന്തോ ഒരു ദൈവാനുഗ്രഹം. അത് ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളുടെയും കഥാപാത്രങ്ങളുടെയും ഒക്കെ ആ കഥാപാത്രങ്ങളോട് ആളുകൾക്ക് തോന്നിയ ഇഷ്ടം കൊണ്ട് എനിക്ക് കിട്ടിയ, അതിൽ നിന്ന് കുറച്ച് പകർന്നു കിട്ടിയ സ്നേഹം. അസുരൻ, ഓക്കെ, തമിഴില് വെട്രിമാരനോടൊപ്പം ചേർന്ന അസുരൻ. വെട്രിമാരൻ എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ സിനിമ എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്യാരക്ടർ ഇൻഡെപ്തുള്ള ഒരു സിനിമയാണ്. നമുക്ക് സിനിമയിൽ ഒരുപാട് 10 ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ശരി, തിയേറ്ററിൽ നിന്ന് പുറത്ത് വരുമ്പോഴത്തേക്കും ഓരോ ക്യാരക്ടേഴ്സും മനസ്സിൽ തങ്ങുന്ന രീതിയിലാണ് പുള്ളിക്കാരൻ്റെ ഒരു മേക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതിന്റെ ട്രെയിലർ കാണുമ്പോഴത്തേക്കുള്ള ഒരു എഫക്ട് എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ കന്മതത്തിലെ ഒരു ഭാനുമതി തിരിച്ചുവരമായിരിക്കും അത്. ഭാനുമതിയുടെ പോലത്തെ ഒരു സ്ട്രോങ് റോൾ ആയിരിക്കും. തിരിച്ചുവരെന്ന് പറഞ്ഞാൽ എന്റെ ആദ്യത്തെ സിനിമയാവട്ടെ. അല്ലേ, ഞാൻ പറഞ്ഞ ക്യാരക്ടറിന്റെ ആ ഒരു ഇൻഡെപ്ത് അത്രയും സ്ട്രോങ്. ശരിയാണ്. വെട്രിമാരൻ സാറിന്റെ പടങ്ങളിലെല്ലാം പ്രത്യേകിച്ച് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഒരു കഥാപാത്രത്തിന്റെ ഒരു ദൈർഘ്യത്തിനേക്കാളും കൂടുതൽ എന്താ പറയുക, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലെങ്ത് ഓഫ് ദ ക്യാരക്ടർ, ഒരു സ്ക്രീനിൽ കാണുന്ന ഒരു ഡ്യൂറേഷനെ ബേസ് ചെയ്തിട്ടല്ല. ഏത് സിനിമ എടുത്തു നോക്കിയാലും അതിൽ പ്രത്യേകിച്ച് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഉള്ള ഒരു വ്യക്തിത്വം, ഒരു ശക്തി, ഒരു എന്താ പറയുക, ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ്. അത് സ്ത്രീകളുടെ ആകട്ടെ പുരുഷന്മാരുടെ, ഇപ്പം ആദർശ് പറഞ്ഞതുപോലെ എല്ലാ കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പോലെയാണ്. അപ്പോൾ ഈ സിനിമയിലും അവര് തന്നെ പറയുന്നുണ്ടായിരുന്നു, ആ ടീമിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, വെട്രി സാറിന്റെ പടത്തിൽ ഇത്രയും ത്രൂ ഔട്ടുള്ള ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയാം. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ഉള്ളിങ്ങനെ തുള്ളിച്ചാടും. അത് എന്നെ സംബന്ധിച്ചും ഏതോ ഒരു പുണ്യം കൊണ്ട് കിട്ടിയ ഒരു ഭാഗ്യമാണ്. നല്ല ആദ്യത്തെ തമിഴ് സിനിമയിൽ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടില്, ശക്തമായിട്ടുള്ള ഒരു പ്രമേയം പറയുന്ന ഒരു സിനിമയിൽ ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രം തന്നെ ചെയ്യാൻ സാധിച്ചത് എൻ്റെ ഭാഗ്യം. അത് ഇപ്പൊ ഈ വെട്രിമാരൻ ധനുഷ് കോമ്പിനേഷൻ അത്ര ഭയങ്കര ഒരു കോമ്പിനേഷൻ. ഒക്കെ അവർ ചേർന്ന എല്ലാ സിനിമകളും ഹിറ്റെന്ന് മാത്രമല്ല അത് ഭയങ്കരമായിട്ട് പ്രേക്ഷകർ സ്വീകരിച്ച മൂവിയാണ്. അപ്പൊ ധനുഷുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അത് നിങ്ങൾ ഓബ്വിയസ്ലി നിങ്ങൾ നല്ല ഫ്രണ്ട്സുമാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു എന്താ പറയുക വർക്കിംഗ്, അങ്ങനെയൊക്കെയാണ് പാറ്റേൺ കാര്യങ്ങളൊക്കെ? അപ്പൊ ഞങ്ങള് തമ്മിൽ വളരെ അടുത്ത സൗഹൃദം ഉണ്ടെങ്കിലും അഭിനയിക്കുന്ന സമയത്ത് കഥാപാത്രങ്ങൾ തന്നെയാണ്. അപ്പൊ ഞാൻ വലിയ ഒരു അമ്പരപ്പോടെ കണ്ട് നിന്നിട്ടുള്ള ഒരു ആക്ടറാണ് ഞാൻ. സിനിമകൾ എപ്പോഴും വളരെ ഇഷ്ടപ്പെട്ട് കണ്ടിട്ടുണ്ട്.